സുജാതെ, എടി സുജാതെ. വീട്ടിൽ സഹായിക്കാൻ വരുന്ന സ്ത്രീയായ സുജാതയെ പുറകുവശത്തെ ബാത്റൂമിൻ്റെ അകത്ത് നിന്നും വളരെ പതുക്കെ ആമിയുടെ അമ്മ വിളിച്ചു. ഹോ, വിളിക്കുന്നത് കേട്ടപ്പോൾ ഞാനങ്ങ് പേടിച്ചു പോയല്ലോ ചേച്ചി. ചേച്ചി എന്താ ഇതിനകത്ത് കയറി നിൽക്കുന്നത്? ഷ്, നീയൊന്ന് പതുക്കെ പറ, അവർ കേൾക്കും. എന്താ ചേച്ചി, എന്താ കാര്യം? പതുക്കെ തന്നെ സുജാതയും ചോദിച്ചു. നിന്റെ ഫോണ് കൊണ്ടുവന്നിട്ടുണ്ടോ? ബാഗിലുണ്ടല്ലോ ചേച്ചി. പറയുന്നതിനിടയ്ക്ക് ഫോൺ എടുത്തു അവർ നീട്ടി. നീയൊരു കാര്യം ചെയ്യേ, അടുക്കളയുടെ വാതിൽക്കൽ പോയി നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ചോദിച്ചാൽ ഞാൻ കുളിക്കാണെന്ന് പറഞ്ഞാൽ മതി. പറയുന്നതിനോടൊപ്പം കലണ്ടറിൽ കുറിച്ചിട്ടിരുന്ന സ്വാതിയുടെ നമ്പർ കീറിയെടുത്ത പേപ്പർ കഷ്ണത്തിൽ നിന്നും നമ്പർ ഫോണിൽ ഡയൽ ചെയ്ത് ബാത്റൂമിൻ്റെ വാതിൽ അകത്തു നിന്ന് പൂട്ടിയവർ. 2 തവണ വിളിച്ചിട്ടും സ്വാതി ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഈശ്വര, ഈ കുട്ടി എന്താ ഫോൺ എടുക്കാത്തത്? സ്വാതി ഒന്ന് ഫോൺ എടുക്കാനായി സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു അവർ. സാർ, ആമി, അവളെ ആമിയെ കാണാനായി പോകാനായി ഡ്രസ്സ് മാറാൻ മുറിയിൽ പോയതായിരുന്നു സ്വാതി. ഫോണും കയ്യിൽ പിടിച്ച് ഓടിക്കിതച്ചുകൊണ്ട് അവൾ ദർശനരികിലേക്ക് വന്നു. എന്തു പറ്റിയ സ്വാതി? അവളുടെ വെപ്രാളം കണ്ട് എഴുന്നേറ്റുകൊണ്ട് അവൻ ചോദിച്ചു. സാറും ആമിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്ന വിവരം ആമിയുടെ വീട്ടിലറിഞ്ഞു. ദർശനടക്കം എല്ലാവരും ഞെട്ടി അത് കേട്ടിട്ട്. എങ്ങനെയാ മോളെ അവർ അറിഞ്ഞത്? ഇന്നലെ ആച്ച അവൾ അമ്മയോട് ദർശൻ സാറുമായുള്ള ഡിവോഴ്സിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. അത് അവളുടെ ചേട്ടൻ കേട്ടു. അതിനവളെ ഒരുപാട് ഉപദ്രവിച്ചു അവർ. ദേഷ്യം വന്നപ്പോൾ അവളും നിങ്ങൾ തമ്മിൽ നേരത്തെ ഉണ്ടായ പരിചയത്തെക്കുറിച്ചും ഇഷ്ടത്തിലായിരുന്നതിനെക്കുറിച്ചുമെല്ലാം വിളിച്ചു പറഞ്ഞു. അതിനും അവളെ ഒരുപാട് തല്ലിയത്രേ. ആമി, അവളാണോ തന്നോട് സംസാരിച്ചത്? വെപ്രാളത്തോടെ ദർശൻ ചോദിച്ചു. അല്ല, അവളുടെ അമ്മയാ സംസാരിച്ചത്. വീട്ടിൽ സഹായിക്കാൻ വരുന്ന ചേച്ചിയുടെ ഫോണിൽ നിന്നും അവർ ആരും അറിയാതെ വിളിച്ചതാ. ആരും കാണാതെ അവളുടെ കയ്യിൽ ഫോണൊന്ന് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ അവസ്ഥ എന്താണെന്ന് ഞാൻ ചോദിക്കട്ടെ? ഇനിയിപ്പോൾ അവസ്ഥ അറിയാനൊന്നും നിൽക്കണ്ട, ഞാൻ അങ്ങോട്ട് പോകാം. അത് വേണ്ട സാർ, ആദ്യം അവൾ എന്താ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കട്ടെ. എന്ത് തീരുമാനിക്കാൻ? ഒന്നും തീരുമാനിക്കാനില്ല. അവളിനി എൻ്റെ ഭാര്യയായി ജീവിക്കും എനിക്കൊപ്പം. ഇനി ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല. ഞാനടക്കം എല്ലാവരും പറ്റാവുന്നത്ര വേദനിപ്പിച്ചു അവളെ. ഇനി ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. മോനെ, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. പക്ഷേ അവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്നറിയാതെ എങ്ങനെ പോകും നമ്മൾ? ആദ്യം ആമിയൊന്ന് വിളിക്കട്ടെ, എന്നിട്ട് നമുക്ക് പോകാം. പിന്നീട് അവളുടെ വിളിക്കായി അക്ഷമയോടെ എല്ലാവരും കാത്തിരുന്നു. എൻ്റെ ചേച്ചി, ഈ കൊച്ചിത് എന്ത് പണിയാ കാണിച്ചിരിക്കുന്നത്? എന്താവശ്യമുണ്ടായിരുന്നു സത്യങ്ങളൊക്കെ അവരോട് വിളിച്ചു പറയാൻ? എനിക്കറിയില്ല എൻ്റെ സുജാതെ. എൻ്റെ കുഞ്ഞിനെ ഇന്നലെ 3 കൂടി തല്ലിച്ചതച്ചു. ദേ കണ്ടില്ലേ, പിടിച്ചു മാറ്റാൻ നോക്കിയ എനിക്കും കിട്ടി. ഈശ്വരാ, ആ കൊച്ചു പറയണത് ആമിമോള് പറയുന്നത് പോലെ ചെയ്യാനാണ്. പക്ഷേ ഈ ഫോൺ അവളുടെ കയ്യിൽ കൊടുത്താലല്ലേ എന്താ അവളുടെ തീരുമാനമെന്ന് പറയാൻ പറ്റുള്ളൂ. ചേച്ചി, അതിങ്ങ് തന്നെ, ഞാൻ കൊടുക്കാം. എങ്ങനെ? അതൊക്കെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. എന്തായാലും സംസാരിച്ച് കഴിയുന്നത് വരെ പിടിക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചോളാം. ആ കൊച്ചെങ്കിലും ഈ ദുഷ്ടക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടട്ടെ. വലിയ കൂസലില്ലാതെ സുജാത രാമചന്ദ്രൻ്റെയും മക്കളുടെയും ഇടയിൽ നിന്നും മുകളിലേക്ക് പോകാനൊരുങ്ങി. ഇതെങ്ങോട്ടാ ചേച്ചി കയറിപ്പോകുന്നത്? അവരെ കണ്ട് അമ്പി ചോദിച്ചു. മുകളിൽ അടിച്ചു തൂക്കാൻ വേണ്ടി പോവാണ്. തൽക്കാലം ഇപ്പോൾ മുകളിൽ തുടക്കണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനാ? ഒന്നിടവിട്ട ദിവസങ്ങളിലല്ലേ ഞാൻ മുകളിൽ തുടക്കുന്നത്. ഒന്നാമത് നല്ല പൊടി കയറുന്നുണ്ട്. പിന്നെ തുടച്ചത് വൃത്തിയായില്ല എന്നും പറഞ്ഞ് എൻ്റെ മേലോട്ട് കയറാൻ വരരുത്. അവരുടെ പറച്ചിൽ കേട്ട് നീക്ക് ദേഷ്യം വന്നു. നിങ്ങൾ പോയി തുടച്ചോ. ആമിയുടെ മുറിയിൽ കയറി ഒരുപാട് സംസാരിക്കാൻ നിൽക്കണ്ട. ഓ പിന്നെ, അല്ലെങ്കിലും സംസാരിക്കാൻ പറ്റിയ 3 പിള്ളേരാണല്ലോ. അവർ കേൾക്കാൻ വേണ്ടിയിട്ട് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് സുജാത മുകളിലേക്ക് കയറിപ്പോയി. ആദ്യം തന്നെ സംശയം തോന്നാതിരിക്കാനായി അവർ ഹോളൊക്കെ അടിക്കുന്നത് പോലെ കാണിച്ചു. അമ്പി സ്റ്റെയറിൻ്റെ പകുതിയോളം വന്ന് അവർ എന്തെടുക്കുകയാണെന്ന് നോക്കി തിരിച്ച് താഴേക്ക് തന്നെ പോയി. ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പായപ്പോൾ അവർ പതുക്കെ ആമയുടെ മുറിയിലേക്ക് ചൂലുമായി കയറി. മോളെ, ഇത് എൻ്റെ ഫോണാണ്, വേഗം കൂട്ടുകാരിയെ വിളിച്ചോ. ആരോ വാതിൽ തുറക്കുന്നത് കേട്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്ന ആമയോടായി അവർ പറഞ്ഞു. വേഗം വിളിക്കണേ കുഞ്ഞെ. ഇപ്പോൾ തന്നെ 2 തവണ കുഞ്ഞിൻ്റെ ചേട്ടൻ വന്നു നോക്കിയിട്ട് പോയി. വലിയ ധൈര്യത്തിലൊക്കെ ആദ്യം പറഞ്ഞെങ്കിലും കാര്യത്തോടടുത്തപ്പോൾ അവർക്കും മനസ്സിൽ പേടിയുണ്ടായി. ആമിയുടെ ഫോണിനായി കാത്തിരുന്ന സ്വാതി ഒറ്റ ബെല്ലിൽ തന്നെ കോളെടുത്തു സ്പീക്കറിലിട്ടു. ദർശനും സ്വാതിക്കടുത്ത് തന്നെ വന്നു നിന്നു. ഹലോ,
സ്വാതി. സ്വാതി ഹലോ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ ആമിയുടെ കരച്ചിലാണ് ഫോണിലൂടെ പുറത്തേക്ക് വന്നത്. കേട്ടുനിന്നവരെല്ലാവരും ഒരു പകപ്പോടെ പരസ്പരം നോക്കി. ഇവിടെ ഇവിടെ എല്ലാവരും എല്ലാം അറിഞ്ഞു. എന്നെ ഒരുപാട് തല്ലി. അമ്മ പറഞ്ഞു എന്നെ കെട്ടിച്ചു വിടാൻ പോവാണെന്ന്. അന്ന് നമ്മൾ കണ്ടില്ലേ അമല്, അയാളെ കൊണ്ടാ എന്നെ കെട്ടിക്കാൻ പോകുന്നത്. എനിക്ക് പറ്റുന്നില്ല സ്വാതി. പറ്റാവുന്നത്ര പിടിച്ചു നിൽക്കാൻ ഞാൻ ശ്രമിച്ചു. എൻ്റെ ദർശേട്ടനെ മറന്ന് വേറൊരാളുടെ ഭാര്യയായി ഈ ആമി ജീവിക്കില്ല. ഇനി പറ്റിയില്ലെങ്കിൽ ഞാൻ എല്ലാം അവസാനിപ്പിക്കും. എന്നെ ഒന്ന് വന്ന് രക്ഷിച്ചു കൊണ്ട് പോവോ? എനിക്ക് പറ്റുന്നില്ലടാ ഇവിടെ. അവളുടെ ഓരോ വാക്കുകളും ദർശനെ ചുട്ടുപൊള്ളിക്കുന്നത് പോലെ അവന് തോന്നി. കരച്ചിൽ കൊണ്ട് പറയാൻ പോലും ആമിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. മോളെ ആമി, ഞാൻ വരാം. ദർശൻ ഫോണിലൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അപ്പോഴത്തേക്കും ഫോൺ കട്ടായി പോയിരുന്നു. മതി മോളെ, ഇനി അവർ ശ്രദ്ധിക്കും. മോളുടെ കൂട്ടുകാരി എല്ലാം കേട്ടല്ലോ, ഇനി അവർ വരും. ഫോൺ അവളുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച് വാങ്ങി സുജാത പുറത്തേക്ക് പോയി. ദർശൻ ഫോണിലൂടെ പറഞ്ഞതൊന്നും ആമി കേട്ടില്ല. അതിനു മുൻപേ ഫോൺ അവർ മേടിച്ചിരുന്നു. ഫോൺ കട്ടായല്ലോ സാറേ. കരച്ചിലിൻ്റെ ഇടയ്ക്ക് സ്വാതി പറഞ്ഞു. ഞാൻ അവളുടെ വീട്ടിലേക്ക് പോവാണ്. ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല. വെപ്രാളപ്പെട്ടുകൊണ്ട് ദർശൻ പറഞ്ഞു. അവനാകെ പിടിവിട്ട ഒരവസ്ഥയിലായിരുന്നു. ഉണ്ണിയേട്ടൻ കൂടി ചെല്ല്. ഉണ്ണിയോട് ഭാര്യ സുനിത പറഞ്ഞു. മോനെ, ഞാൻ കൂടി വരാം. വേണ്ട അങ്കിൾ, ഒരു ഉപകാരം ചെയ്താൽ മതി. നിഖിലിനെ വിളിച്ചിട്ട് നിധിനെ അറിയിക്കാൻ പറഞ്ഞാൽ മതി. നിധിനെന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാവും. ആ പോലീസ് ഓഫീസറല്ലേ മോനെ, ആ പയ്യനോട് ആമിമോളുടെ വീട്ടിലേക്ക് വരാൻ പറയട്ടെ. വേണ്ട, ഒന്ന് പറഞ്ഞു വെച്ചാൽ മതിയെന്ന് പറ അവനോട്. ആവശ്യം വന്നാൽ ഞാൻ വിളിച്ചോളാം. കാറിനടുത്തേക്ക് പോകുന്ന സമയത്ത് അവൻ വിളിച്ചു പറഞ്ഞു. സ്വാതി ദർശന് പുറകെ ഓടി വന്നു. സാർ, ഞാൻ കൂടി വന്നോട്ടെ? അനുവാദം ചോദിക്കുന്നത് പോലെ ചോദിച്ചു. അവൻ്റെ മറുപടിക്കായി കാത്തു നിൽക്കാതെ സ്വാതി കാറിൽ കയറി. ആമിയുടെ വീടിൻ്റെ മുറ്റത്തേക്ക് ധൃതിയിൽ കാറ് വളച്ച് നിർത്തിയതും അതേ വേഗത്തിൽ തന്നെ ദർശൻ പുറത്തേക്കുമിറങ്ങി. ഷർട്ടിൻ്റെ സ്ലീവെല്ലാം വലിച്ചു കയറ്റി എന്തിനും തയ്യാറെന്ന രീതിയിലാണ് അവൻ മുറ്റത്തു നിന്നും വാതിലിലേക്ക് കയറിയത്. സ്വാതി കോളിംഗ് ബെൽ അടിക്കാൻ മുതിർന്നതും ദർശൻ വാതിൽ ചവിട്ടി തുറന്നു. വലിയ ശബ്ദത്തോടു കൂടി വാതിൽ തുറന്നു വന്നതും ഹാളിൽ തന്നെ ഉണ്ടായിരുന്ന അമ്പിയും രാമചന്ദ്രനും നീയും ഒന്ന് ഞെട്ടി. നീ എന്താ ഇവിടെ? ആദ്യത്തെ ഒരു ഞെട്ടൽ മാറിയതും അമ്പി ചോദിച്ചു. ആമി. എന്നാൽ അവൻ ചോദിച്ചത് ശ്രദ്ധിക്കാതെ അവനെന്നൊരാൾ അവിടെ ഉണ്ടെന്ന് ഗൗനിക്കുക പോലും ചെയ്യാതെ ദർശൻ വിളിച്ചു. ഡാ, നിന്നോടാ ചോദിച്ചത്. വീട്ടിൽ കയറി വന്ന് ബഹളം എടുക്കുന്നോ? ദേഷ്യത്തോടെ അമ്പി ദർശന്റെ മുന്നിലേക്ക് വന്നതും അതിവേഗത്തിൽ തന്നെ അവൻ്റെ നെഞ്ചിൻ്റെ ഭാഗം നോക്കി ദർശൻ ചവിട്ടി. പച്ചറ്റെ! ദർശന്റെ ചവിട്ടിൽ അമ്പി ഒരല്പം ദൂരത്തേക്ക് തെറിച്ചു വീണു. വാതിൽ ചവിട്ടി തുറക്കുന്ന ശബ്ദവും ദർശന്റെ ഒച്ചയുമെല്ലാം കേട്ട് മുകളിൽ നിന്നും സുജാതയും അടുക്കളയിൽ നിന്ന് ആമിയുടെ അമ്മയും ഹാളിലേക്ക് വന്നു. ദർശനെയും അവന് തൊട്ടടുത്തായി നിൽക്കുന്ന സ്വാതിയെയും കണ്ട് ആ അമ്മയുടെ മനസ്സൊന്ന് തടുത്തു. സുജാതയ്ക്കും സന്തോഷമായി. അമ്പിയേട്ടാ, മോനെ! എന്നാൽ അമ്പി താഴെ വീണ് കിടക്കുന്നത് കണ്ട് നിയയും രാമചന്ദ്രനും അവനരികിലേക്ക് ഓടിച്ചെന്നു. ദർശൻ എന്ത് പണിയാണ് ഈ കാണിച്ചത്? അമ്പിയെ രാമചന്ദ്രൻ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് കണ്ട് ദേഷ്യത്തോടെ ദർശനരികിലേക്ക് നടന്നുകൊണ്ട് നിയ ചോദിച്ചു. മുഖമടച്ചൊരു അടിയായിരുന്നു അവൻ്റെ ഉത്തരം. ആ അടിയിൽ നിയ ഒന്ന് പുറകിലേക്ക് വേച്ചുപോയി. കണ്ടു നിന്നവരും ഞെട്ടി. എടാ, എൻ്റെ മോളെ നീ! മകളെ അടിക്കുന്നത് കണ്ട് രാമചന്ദ്രനും ദേഷ്യത്തോടെ എഴുന്നേറ്റ് വന്നു. ദർശൻ അയാളെ ദേഷ്യത്തോടെ നോക്കി അയാൾക്ക് നേരെ വിരലൊന്ന് ചൂണ്ടി. വരരുത് എൻ്റെ അടുത്തേക്ക്. ഞാനാകെ നിലതെറ്റിയിരിക്കുന്ന അവസ്ഥയിലാണ്. അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണെന്ന് മറന്നു കളയും ഞാൻ. മുന്നിലേക്ക് നടന്നു വരുന്ന രാമചന്ദ്രൻ അവൻ്റെ ആ വാക്കുകളിൽ അവിടെ തന്നെ നിന്നുപോയി. താൻ എന്താ പറഞ്ഞത്? തൻ്റെ മകളെന്നോ? അപ്പോൾ ആമിയോ? അവളും തൻ്റെ മകൾ തന്നെയല്ലേ? എന്നിട്ട് ഒരു ദയയുമില്ലാതെ തല്ലി ചതച്ചില്ലേ അച്ഛനും മക്കളും കൂടി ചേർന്ന് അവളെ? അടികൊണ്ട് ആഘാതത്തിൽ നിന്ന് ഒന്ന് പതറിപ്പോയ നിയ ദർശൻ തല്ലിയ കവിളിലായി കൈവച്ചു. ചുണ്ടിൽ പൊടിഞ്ഞ ചോര അവളുടെ കയ്യിലുമായി. അവൾ കൈ മുഖത്തിന് നേരെ നീട്ടിപ്പിടിച്ച് കയ്യിലേക്കും അതിൽ പറ്റിയിരിക്കുന്ന ചോരയിലേക്കും നോക്കി. എടാ, നീ എന്നെ തല്ലി അല്ലേ? വർഷങ്ങൾക്ക് മുൻപ് ഞാൻ തരേണ്ട തല്ലായിരുന്നു അത്. അന്ന് കോളേജിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ എന്നെ നാണം കെടുത്താൻ ശ്രമിച്ചപ്പോൾ ഈ തല്ല് ഞാൻ നിനക്ക് തന്നിരുന്നുവെങ്കിൽ കാര്യങ്ങൾ ഇത്രത്തോളം എത്തില്ലായിരുന്നു. ആ കുറവ് ഞാനിന്ന് നികത്തി. ഇനി വരരുത് എൻ്റെയും ആമിയുടെയും ജീവിതത്തിലേക്ക്. ഇല്ല ദർശ, സമ്മതിക്കില്ല ഞാൻ. നീ എൻ്റെയാ, എൻ്റേത് മാത്രം.
ദർശന്റെ വാക്കുകളിൽ ദേഷ്യം തോന്നിയ നിയ അവന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവനടുത്തേക്ക് വന്ന് പറഞ്ഞു. നിമിഷ നേരം കൊണ്ട് തന്നെ ദർശന്റെ കണ്ണുകളും മൂക്കുമെല്ലാം ദേഷ്യത്താൽ ചുവന്നു. അവന്റെ ആ ഭാവം കണ്ട് സ്വാതിക്ക് പോലും ഭയം തോന്നി. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേടി നിനക്ക്? ദർശന്റെ കൈ പിന്നെയും നിയയുടെ മുഖത്ത് 2 തവണ ഉയർന്നു താണു. സ്ത്രീയെ ബഹുമാനിക്കാനാണ് എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഏത് സാഹചര്യത്തിലും ഒരു പെണ്ണിനെ കൈവയ്ക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ നീ എന്നെക്കൊണ്ടിത് മനഃപൂർവ്വം ചെയ്യിപ്പിച്ചതാ. ഒരുപാട് തവണ പറഞ്ഞു മനസ്സിലാക്കി തരാൻ ശ്രമിച്ചു ഞാൻ. എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന്. പിന്നെയും പിന്നെയും ഇത് തന്നെ പറഞ്ഞ് എൻ്റെ ക്ഷമ നീ നശിപ്പിച്ചു. അപ്പോഴേക്കും ചവിട്ടുകൊണ്ട് വീണ അമ്പി ഒരുവിധം നിൽക്കാനുള്ള അവസ്ഥയിലായി. ദർശ, വീട്ടിൽ വന്ന് കയ്യേറ്റം നടത്താനാണ് ശ്രമമെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കും. ഭീഷണി പോലെ അമ്പി പറഞ്ഞു. അവനോട് പിടിച്ചു നിൽക്കാനാവില്ലെന്ന് അവൻ്റെ ഒറ്റ ചവിട്ടുകൊണ്ട് തന്നെ അമ്പിക്ക് മനസ്സിലായി. പോലീസിനെ നീ വിളിക്കേണ്ട ആവശ്യമില്ല. അറിയിക്കേണ്ട ഇടത്തൊക്കെ ഞാൻ അറിയിച്ചു കഴിഞ്ഞു. ഞാൻ വന്നത് എൻ്റെ പെണ്ണിന് വേണ്ടിയിട്ടാണ്. മര്യാദയുടെ ഭാഷയിൽ 3 പേരോട് ഞാൻ പറയുകയാണ്. അവളെ എനിക്കൊപ്പം പറഞ്ഞു വിടുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. എനിക്ക് ജീവിക്കണം എൻ്റെ പെണ്ണിനൊപ്പം. അതല്ല എതിർക്കാനാണ് ഭാവമെങ്കിൽ പച്ചയ്ക്ക് കത്തിക്കും ഞാൻ. രാമചന്ദ്രനും അമ്പിയും അവൻ്റെ വാക്കുകളിൽ ശരിക്കും ഞെട്ടി. നിയ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലായിരുന്നു. ആമി എവിടെയാ? അടുക്കള വശത്ത് നിൽക്കുന്നവരെ നോക്കി ദർശൻ ചോദിച്ചു. മുകളിലെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് സാറേ. താക്കോൽ അമ്പിക്കുഞ്ഞിൻ്റെ പോക്കറ്റിലുണ്ട്. ഒരല്പം പോലും പേടിയില്ലാതെ സുജാത പറഞ്ഞു. ദർശൻ ദേഷ്യത്തോടെ അമ്പിയെ നോക്കിയതും വിറയ്ക്കുന്ന കൈകളോടെ അവൻ താക്കോൽ എടുത്ത് നീട്ടി. സമ്മതിക്കില്ല ഞാൻ. നീ എൻ്റെയാ ദർശൻ. വിട്ടുകൊടുക്കില്ല ഞാൻ ആർക്കും. അലറിക്കൊണ്ട് അമ്പിയുടെ കയ്യിൽ നിന്നും താക്കോൽ വാങ്ങാനായി നിയ മുന്നോട്ട് പാഞ്ഞു. അതിനു മുന്നേ തന്നെ സ്വാതി അവൻ്റെ കയ്യിൽ നിന്നും താക്കോൽ തട്ടിപ്പറിച്ചെടുത്തു. എടി! താക്കോൽ കൈക്കലാക്കിയ സ്വാതിയുടെ മുടിയിലായി നിയ കുത്തിപ്പിടിച്ചു. അമ്മേ! വേദന കൊണ്ട് സ്വാതി കരഞ്ഞുപോയി. വേഗം തന്നെ ദർശൻ വന്ന് നിയയിൽ നിന്നും സ്വാതിയെ മാറ്റാൻ ശ്രമിച്ചു. എത്ര ബലം പ്രയോഗിച്ചിട്ടും സ്വാതിയിലെ പിടി നിയ വിടുന്നുണ്ടായിരുന്നില്ല. ഭ്രാന്താണിയിൽ കൊണ്ടുപോയി ചങ്ങലിക്കിടവിളെ! പറിച്ചെടുത്തതുപോലെ അവളുടെ കൈപിടിച്ച് വലിച്ച് അമ്പിക്ക് നേരെ അവളെ തള്ളിക്കൊണ്ട് ദർശൻ പറഞ്ഞു. നിയ വീഴാതിരിക്കാനായി അമ്പി അവളെ ചേർത്ത് പിടിച്ചു. ഏട്ടാ, വിട്ടുകൊടുക്കരുത് ആമിയെ. പറഞ്ഞു വിടരുത് അവളെ. എനിക്ക് വേണം ഇവനെ. ഭ്രാന്തി പിടിച്ചതുപോലെ നിയ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവളുടെ ആ ഭാവം കണ്ട് അമ്പിക്കും രാമചന്ദ്രനും ഭയമായി. ഒരു നിമിഷം ദർശന്റെ മേലുണ്ടായിരുന്ന ഭയം മറന്നുകൊണ്ട് സ്വാതിക്ക് നേരെ അമ്പി നടന്നു. ആമിയെ ഇവിടെ നിന്ന് ആരും കൊണ്ടുപോകാൻ പോകുന്നില്ല. ഇവിടെ താടി ആ താക്കോല്. അവൻ്റെ വരവ് കണ്ട സ്വാതി ഒന്ന് ഭയന്നു. പക്ഷേ അവനവളെ പിടിക്കുന്നതിന് മുൻപ് തന്നെ ദർശൻ അവൻ്റെ ഷർട്ടിൻ്റെ പുറകിൽ കോളറിൽ കുത്തിപ്പിടിച്ച് അവനെ മതിലിനോട് ചേർത്ത് നിർത്തി. ഭ്രാന്തി പിടിച്ച് ഇവൾ പറയുന്നതെല്ലാം കേൾക്കാനാണോ നീയൊക്കെ നിൽക്കുന്നത്? എടാ, ആ മുകളിൽ നീ തല്ലിച്ചതച്ചിട്ടിരിക്കുന്നതും നിന്റെ പെങ്ങൾ തന്നെയാണ്. എന്നെങ്കിലും അവൾ നിന്റെ കൂടപ്പിറപ്പാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ചേർത്ത് പിടിച്ചിട്ടുണ്ടോ നീ അവളെ? മതിലിലേക്ക് അവനെ അമർത്തി പിടിച്ചുകൊണ്ട് ദർശൻ ചോദിച്ചു. അതൊക്കെ ഞങ്ങളുടെ കുടുംബകാര്യമാ. നീ അതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട. മാറി നിൽക്കടാ. തൽക്കാലം വിടുന്നില്ല ആമിയെ നിനക്കൊപ്പം ഞങ്ങൾ. നിയയുടെ ആ ഭാവത്തിൽ ഭയന്നു പോയ രാമചന്ദ്രനും ദേഷ്യത്തോടെ ദർശനോട് പറഞ്ഞു. നിങ്ങളൊന്നും വിട്ടുതരേണ്ട. എൻ്റെ ആമിയെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഒരു കൈയാൽ അമ്പിയെ മതിലിനോട് ചേർത്ത് പിടിച്ച് മറുകൈയിൽ രാമചന്ദ്രനെയും മതിലിലേക്ക് തന്നെ വലിച്ചുകൊണ്ട് ദർശൻ സ്വാതിയെ നോക്കി. സ്വാതി, പോയിട്ട് അവളെ വിളിച്ചിട്ട് വാ. ദർശന്റെ അനുവാദം കിട്ടിയതും സ്വാതി വേഗം മുകളിലേക്കോടി. എന്നാൽ നിയ അവളെ പിടിച്ചു മാറ്റാനായി അവൾക്ക് പുറകെയും പോയി. അവൾ പുറകെ വരുന്നത് കണ്ട് സ്വാതിയും ഭയന്നു. മോളെ, ഇവളെ ഞാൻ പിടിച്ചോളാം. മോള് ചെന്ന് ആമിക്കുഞ്ഞിനെ രക്ഷിക്കേ. സുജാത ഓടി വന്ന് നിയയെ പുറകിലേക്ക് തള്ളി പിടിച്ചു. നിയ കുതറിമാറി രക്ഷപ്പെടാൻ പരമാവധി ശ്രമിച്ചുവെങ്കിലും സുജാത ബലത്തിൽ തന്നെ അവളെ പിടിച്ചു വെച്ചു. ആമിയുടെ അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത അവസ്ഥയിലായി. മനസ്സുകൊണ്ട് ആമി രക്ഷപ്പെടണമെന്നാണ് അവർ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഇന്നോളം ഭർത്താവിനെയും 2 മക്കളെയും ഭയന്ന് ജീവിച്ചിരുന്ന ആ സ്ത്രീക്ക് അവരെ തടയാൻ സത്യത്തിൽ പേടിയായിരുന്നു. സമയം ഒട്ടും പാഴാക്കാതെ സ്വാതി ആമിയെ വിളിക്കാനായി മുകളിലേക്കോടി.